കുറേ കമൻസ് ഇതുപോലെ കാണാറുണ്ടായിരുന്നു. വിജയണ്ണനോടുള്ള ഒരു സ്നേഹം അതൊരു മാർക്കറ്റിംഗ് ആക്കി ഉണ്ണിക്കണ്ണൻ മാറ്റുന്നുണ്ടെന്നുള്ളത്. ശരിക്കും അങ്ങനെയൊക്കെ ഇത്രയും ഒരു സ്നേഹം അങ്ങനെ എന്താ പറയുക മാറ്റി ഇങ്ങനെ ആളുകൾ വേറെ രീതിയിൽ പറയുമ്പോൾ വിഷമം വരാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ, ഒന്നുമില്ലാത്ത തമിഴ് പടം പോയി മരിക്കാൻ വരെ വിചാരിച്ച ഉണ്ണിക്കണ്ണനെ ഫോട്ടോ ഇട്ടുകൊണ്ട് മാത്രമല്ല എൻ്റെ തലയിൽ എഴുതി വെച്ച് നിയോഗമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. വീട്ടിലെല്ലാവരും ഇതുപോലെ വിജയ് ഫാനാണോ? അവരെല്ലാ പടവും കാണും, എല്ലാവരും ഇഷ്ടമാണ്. നമുക്കും അതേപോലെ എല്ലാവരും ഇഷ്ടമാണ്, ഒരു വേർതിരിവില്ല. എല്ലാ നടന്മാരും ഒരുപോലെയാണ്. പിന്നെന്താ ഇപ്പൊ വിജയന്റെ മാത്രം ഈ പറയുന്ന പോലെ ഉടുപ്പുകളിനകത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു പ്രിന്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്? എന്നെ ജീവിതം മാറ്റിമറിച്ചത് വിജയണ്ണനാണ്. എങ്ങനെയാ ജീവിതം? ഞാൻ ഇങ്ങനെ പോയി ദൈവം തലയിൽ എഴുതി വെച്ചത് ഒന്നുമില്ലാത്തതുകൊണ്ട് കാണുന്നപ്പോൾ നാലാൾ അറിഞ്ഞു, ഇതൊക്കെ വിജയണ്ണനാണ്. അതുകൊണ്ട് മാത്രം ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെയൊക്കെ വെച്ചിട്ട് ഉണ്ണിക്കണ്ണൻ ചേട്ടനെ താരതമ്യം ചെയ്യരുതെന്ന് ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. അങ്ങനത്തെ കമന്റ്സ് കാണാറുണ്ടോ? ഞാൻ പരമാവധി കമന്റ്സ് നോക്കാറില്ല. എല്ലാവർക്കും അവരവരിലൊരു ഇഷ്ടങ്ങളുണ്ട്. അവരവരുടെ ഇഷ്ടങ്ങൾ അവരവർ ചെയ്യട്ടെ. ഈ ജീവിതം ഒന്നുള്ളൂ. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്, അവരവരുടെ ആഗ്രഹങ്ങൾ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകെ നോക്കണു, അനിയത്തിക്കുട്ടിൻ്റെ ആഗ്രഹം നോക്കണു, ക്യാമറമാൻ ചേട്ടൻ ക്യാമറമാൻ്റെ ആഗ്രഹം. അങ്ങനെ ഓരോ ആളുകളും അവരവരുടെ ആഗ്രഹങ്ങൾ നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്താ നെക്സ്റ്റ് ഒരു ആഗ്രഹം എന്താ ലൈഫിൽ? ഇനി നെക്സ്റ്റ് ഒരു ആഗ്രഹം നിറയെ പടങ്ങൾ ചെയ്യണം. അതൊക്കെയാണ് ആഗ്രഹം. ഇതുപോലെ വേറൊരു നടനെ കാണാനായിട്ട് ഇനി ഇതുപോലെ ആഗ്രഹമുണ്ടോ? ആഗ്രഹം പറഞ്ഞാൽ കുറേ ആളുകളുടെ ആഗ്രഹമുണ്ട്. എന്തായാലും അതൊക്കെ ദൈവം ഇനി ഓരോന്നോരോന്ന് തരും, അവിടെ എത്തിപ്പെടാം. ഇപ്പം 3 പടങ്ങൾ ചെയ്തു. വിജയണ്ണൻ തോളിൽ കയറ്റപ്പോൾ 3 പടം ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് ഇറങ്ങാൻ പോണോ ഇന്നസെന്റ് മൂവി അൽത്താഫുഖൻ്റെ, പിന്നെ ലുക്കൂഖൻ്റെ അതിഭീകര കാമുകൻ, വേറൊരു പടം ബിഗ് ബഡ്ജറ്റ് പടം സർപ്രൈസ് ആണ്. അങ്ങനെ 3 പടം. ഇത് തെക്കനിയിലുണ്ട് പറഞ്ഞു ഉണ്ട്. അപ്പൊ ഈ ഇത്രയും ദിവസം ഇതേപോലെ നടന്ന് അവിടെ വരെ ചെന്നു. ഈ പോകുന്ന സമയം വരെയും ആളുകള് എന്താ പറയാ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാണാൻ പറ്റുമോ ഇല്ലേ, അങ്ങനെ നമ്മൾ ആളുകൾക്ക് ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണൻ ചേട്ടന് ഇതേപോലെ അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? കാണാൻ പറ്റും എന്ന് അത്ര ഉറപ്പുണ്ടായിരുന്നോ? പല പ്രാവശ്യം തോറ്റാൽ വിജയണ്ണൻ പറഞ്ഞ പോലെ நண்பா நண்பீஸ் ஈஸியாக ஜெயிக்கிறது வெற்றி இல்லை, இது ஜெயிக்க முடியாத முயற்சி பண்ணுறது வெற்றி. உஸ்பேத்தனவருக்கு டொம்மனும் കടുപ്പേത്തന്നെ കമണ്ടിരുന്ന വാഴക്ക് ചെമ്മെന്ന് പോവുക, കിരിയെടുത്ത് എവിടെ വേണമെങ്കിൽ കണവറുക്കളാണ് എന്താ കണം തലയ്ക്ക് വരക്കൂടാതെന്നും പറഞ്ഞിട്ടുണ്ട്. പണിയെടുത്താൽ വിനീതേട്ടൻ പറയുന്ന പോലെ എന്തെങ്കിലും പടച്ചോൻ തരും, ആ ഒരു വിശ്വാസമാണ് ഞാൻ പോയത്. അതെ. അപ്പോൾ ചേട്ടൻ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗാണ് ഞാൻ ആരാ ഏട്ടാന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ആളുകൾ ഇത്രയും ഏറ്റെടുക്കുന്ന സമയത്ത് എന്താ തോന്നാറ്? എന്താ തോന്നുക, കഴിഞ്ഞ ദിവസം ഇങ്ങനെ അപ്പോൾ കണ്ടിട്ടുണ്ടായി, കണ്ടു ഹായ് പറഞ്ഞു. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കണ്ട് ഹായ് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ടിൻ്റെ പടമായിരുന്നു, നമ്മുടെ അമരവള, പ്രശാന്തേട്ട അമരവള. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം. ഇതൊന്നൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. അത് വിനീതേട്ടൻ എന്നാൾ കണ്ടു. വിനീതേട്ടൻ എന്നാൾ പാലക്കാട് പരിപാടിക്ക് വന്ന് വിളിച്ചിട്ടുണ്ടായി. ഞാൻ വിളിച്ചു, അപ്പോൾ വിനീതേട്ടൻ വിളിച്ചു. അപ്പോഴും പറഞ്ഞു ഞാൻ ആരേട്ടാ, എവിടെ പോലും ഞാൻ ആരേട്ടാ ചോദിക്കുക. അതെന്തോ അതൊരു ഇതായി. നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു, ചേട്ടനെ ഫോൺ വിളിച്ചപ്പോൾ തന്നെ ആദ്യം എടുക്കാൻ പറ്റില്ല, രണ്ടാമത് വിളിച്ചപ്പോൾ ചേട്ടാ ഞാൻ ഇങ്ങനെ കണ്ടില്ല. അപ്പോൾ എല്ലാവരുടെ അടുത്തും അത്ര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇത് അമ്മ പഠിപ്പിച്ചു തന്ന ശീലമാണോ ഇങ്ങനെ എല്ലാവരോടും അത്രയും ഒരു നമ്മൾ അത്ര ഡൗൺ ടു എർത്ത് എത്രയും താഴ്ന്ന് നിൽക്കണം എന്നുള്ളൊരു കാര്യം? ഒരിക്കലും അല്ല. ജീവിതത്തിൽ നമ്മൾ ഒരു വയസ്സിന് മൂത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഏട്ടാ ചേച്ചി, ഒരു വയസ്സാണ് ഏട്ടാ ചേച്ചി വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുക. ഇതാരാ ഇപ്പൊ കൊച്ചിലെ പഠിപ്പിച്ചു? ഞാൻ കരുതിയ അമ്മ പഠിപ്പിച്ചു തന്നതായിരിക്കും. വീട്ടില് നമ്മള് പണ്ട് നമ്മളത് പഠിച്ചു വന്നതാണ്. ഒരാൾ ഒരു വയസ്സാണ് കൂടിയാൽ അവന് പേര് വിളിക്കരുത്, ഏട്ടാ വിളിക്കുക. അതാണ് വയസ്സിന് താഴെ പെട്ടെന്ന് പേര് വിളിക്കാതെ ഏട്ടാ ഉണ്ണി അനി അങ്ങനെ വിളിക്കുന്ന രസം. അതെ. ഈ മംഗൾ ഡാം എന്നുള്ളൊരു സ്ഥലപ്പേര് തന്നെ ഇപ്പൊ നമുക്ക് ആ മംഗൾ ഡാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എന്റെ പേരിൽ എന്റെ സ്ഥലം അറിയപ്പെടണം എന്നുള്ളത്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി സിനിമയിലൊക്കെ വന്നപ്പോൾ. അത് ഇപ്പൊ ദൈവത്തിന്റെ ഇതിൽ നടന്നു. അതെ. ആരെയൊക്കെ കണ്ടിട്ടായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്? സുരാജ് ചേട്ടൻ, ആന്റണി പെരുമ്പാവൂർ സാർ, അങ്ങനെയൊക്കെ ആയിട്ടാണ്. അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ എന്റെ പേര്. വീട്ടിൽ ഇതുപോലെ ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ടോ? വീട് തിരക്കി വരാറുണ്ടോ? ഇഷ്ടം പോലെ.
എങ്ങനെ കുട്ടികളാണോ വരാറ്? കുട്ടികളും വരാറുണ്ട്, പിന്നെ ബൈക്കിൽ ഫാമിലി ആയിട്ടും, പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ണിക്കണ്ണം പറഞ്ഞു വിട്ട് അങ്ങനെ കുറേ ആൾ വന്നിട്ടുണ്ട്. ഈ ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകളൊക്കെ ഇപ്പൊ എവിടെ നോക്കിയാലും ആളുകൾ തിരിച്ചറിയായിരിക്കും അല്ലേ? എവിടെ എവിടെ നോക്കിയാലും. അപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടോ ഇതുപോലെ ആളുകൾ പെട്ടെന്ന് വന്ന് സംസാരിച്ച ഒരു മൊമെന്റിന്റെ കൂട്ടത്തില്? എവിടെ പോയാലും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പാലക്കാട് പോയപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് വരുമ്പോൾ ഒരു അച്ഛൻ എന്നെ നോക്കിച്ചിരിക്കണേ. ഞാൻ പോയി ചോദിച്ചു പൈസ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. എവിടെ പോയാലും കുഞ്ഞു കുട്ടികളാണെങ്കിലും ഉണ്ണിക്കണ്ണാവറിനെ വിളിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആളുകൾക്ക് ഇത്രയും സ്നേഹം വന്ന ഫേസിന് മുമ്പ് തന്നെ അതേപോലെ തന്നെ ആളുകൾ ഒരു തമാശ കഥാപാത്രം ആക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇൻസൾട്ടഡ് ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. എന്നെ കൂടുതൽ അങ്ങനെ എന്നെ അങ്ങനെ ആരും അങ്ങനെ ചുരുക്കം 1-2 ആൾക്കാർ മാത്രം ഇതാക്കിയിട്ടുള്ളൂ. ബാക്കി ആരും ആക്കിയിട്ടില്ല. ചുരുക്കം 1-2 പേര്. എന്താ സംഭവിച്ചത്? പണ്ട് ഫോട്ടോ ഇട്ട് വനിത തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഗോട്ട് ഇറങ്ങിയ സമയത്ത് നീ ഇവിടെയും വന്ന ശല്യം ചെയ്യും പറഞ്ഞു. അങ്ങനെ 1-2 മാത്രമേ ഉള്ളൂ. പിന്നെ ആരും എന്നെ കൊണ്ട് മോശമായിട്ട് ഇവിടെ ശല്യം ചെയ്യാൻ വന്നു ചോദിച്ചു. പക്ഷെ ചേട്ടന് ആരെയും അങ്ങനെ ഒരു ശല്യം ചെയ്യണം എന്നുള്ളൊരു മനസ്സേ ഇല്ലല്ലോ. ഈ യാത്ര അങ്ങോട്ടേക്ക് നടന്നുള്ള ആ ഒരു യാത്രാ സമയത്ത് ഒരുപാട് പേര് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഭക്ഷണത്തിന്റെ രീതിയിലാണെങ്കിലും ഒന്ന് കിടക്കാനുള്ള ഒരു സ്ഥലത്തിലാണെങ്കിലും. ആ ഒരു യാത്രയിൽ നിന്ന് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്ന മലയാളിയും തമിഴ്നാട്ടുകാരും അവര് പണിയെടുത്ത ആ വേർപ്പിലുള്ള ഭക്ഷണമാണ്. ആ ഒരു ശക്തിയാണ് എൻ്റെ ശരീരം. അത് തമിഴ്നാട്ടുകാരും മലയാളിയും. ജ്യൂസ് ആയിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ അവിടെ എത്തണ വരെ കുറച്ച് പൈസയും കൊണ്ട് ഞാൻ പോയുള്ളൂ. മൊത്തം പൈസ ചിലവായില്ല. പള്ളിയിൽ, പമ്പിൽ, പിന്നെ 1-2 സ്ഥലത്ത് മാത്രം റൂം എടുക്കണം. ബാക്കി എല്ലാം ചേട്ടൻ്റെ പാർട്ടി ഫാൻസും മലയാളികളല്ലേ. എല്ലാ സ്ഥലത്തും നിന്നുള്ളവര്. കാലൊക്കെ ഇടയ്ക്ക് തീരെ വയ്യാണ്ടായി വീഡിയോസ് ഒക്കെ ഇടുന്നത് കണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലും മതിയായി എന്ന് തോന്നിയിരുന്നോ? നടക്കുന്ന സമയത്ത് വിചാരിച്ചോ ഇത് ഇത്ര വലിയൊരു ഇതായിരിക്കും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നോ? സിനിമ സ്റ്റൈലിൽ കാറ് വന്ന് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതുണ്ടായി. അത് 1-ാം തീയതിക്ക് ഇറങ്ങി 13-ാം തീയതി അവിടെ നിന്ന് മെസ്സേജ് വന്നത് ഞാൻ അറിയണില്ല. അങ്ങനെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്. പെട്ടെന്നൊരു വണ്ടി അങ്ങോട്ട് പോയി. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി. പിന്നെ വണ്ടി അത്ര ദൂരം മറ്റേ യൂട്ടിനെടുക്കാൻ പറ്റും കറങ്ങി വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. നമ്മുടെ ഊട്ടിയിലെ അണ്ണൻ, ഊട്ടിയിൽ എന്താണ് അൽഫോൺസ് അണ്ണൻ, പിന്നെ വേറെ ഒരു മലയാളി ഉണ്ട് വേറെ. അവരെന്നിട്ട് പൈസ തരാൻ വന്നു. എനിക്ക് പൈസയല്ല വേണ്ടത്, വിജയണ്ണനെ കാണണം. എന്നിട്ട് ഒരു റൂമൊക്കെ എടുത്തുന്ന ഭക്ഷണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് റൂം എടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ സഹായിച്ചവരിനൊക്കെ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. മലയാളിയാണെങ്കിലും കുറേ ഡ്രൈവർമാരേട്ടൻ. ഉണ്ണിക്കണ്ണം മംഗളം ചെന്നവരെത്തുന്നവരെ പോലീസ് നിരീക്ഷിക്കുന്ന പോലെ. എന്താ സത്യത്ത് പറയുക, ഞാനൊരു SIയോ IPSോ അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിച്ചു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ നടക്കുന്ന ചെന്ന വരെ KL ആയിരിക്കുക, TN ആയിരിക്കുക, അല്ലെങ്കിൽ പല രജിസ്ട്രേഷൻ്റെ വണ്ടികളായിരിക്കുക. ഇതിലൊക്കെ ഉണ്ണിക്കണ്ണാന്നൊരു വിളിയുണ്ടാവും. അതാണ് അവിടെ എത്തണ വരെ എന്നെ നോക്കാനും ശ്രദ്ധിക്കാനും. വൈകുന്നേരം ആയാൽ പോലും ആ ഒരു വിളി എനിക്ക് എൻ്റെ ചെവി ഇങ്ങനെ മുഴങ്ങും. കുറേ ഡ്രൈവർമാർ നിർത്തി ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്, വെള്ളം വാങ്ങി തന്നിട്ടുണ്ട്. അതൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ഫാമിലികൾ, നല്ല വീട്ടിലെ ഭക്ഷണം, ബിരിയാണി, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇളനീര്, ജ്യൂസ്. ഇത് പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞു, ഉണ്ണിക്കണ്ണ ഇതൊന്നും പറയരുത്, ഇനി അടുത്ത ആൾ നടക്കും പറഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഈ വേൾഡിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. കേരളവും തമിഴ്നാടും എൻ്റെ ഏട്ടന്മാരും ചേച്ചിമാരും അച്ഛനമ്മമാരും അനിയന്മാരും അവർ ഭക്ഷണം ആവശ്യത്തിന് എന്നെ തന്നിട്ടാണ് എന്നെ അവിടം വരെ എത്തിച്ചത്.